ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ സിനിമകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു ജോണറുകളിലൊന്നാണ്. ഇപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ സിനിമകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹിസ്റ്ററി ഒരു സിനിമയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറേ നിയമങ്ങളും നീതികളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് പലപ്പോഴും തെറ്റിക്കുന്നതായിട്ടും പല സിനിമകളും ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് വിമർശനം അത്തരത്തിൽ വന്നൊരു സിനിമയായിരുന്നു നരിവേട്ട. അപ്പോൾ നരിവേട്ടനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഹിസ്റ്റോറിക്കൽ സിനിമകൾ എടുക്കുമ്പോൾ പാലിക്കപ്പെടേണ്ട നീതിയെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം മാധ്യമപ്രവർത്തക അഞ്ജന ജോർജും പെർഫോമൻസ് റിസർച്ചർ ദേവേന്ദ്രനാഥ് ശങ്കരനാരായണനുമാണ് കൂടെയുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ നരിവേട്ട സിനിമ കണ്ടപ്പോൾ തുടക്കത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു. അതായത് അതിൻ്റെ ഒരു കോസ് അല്ലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്ത ഒരു സബ്ജക്റ്റ് അത് പലരും പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ പ്രധാന ഒരു പോയിന്റ് എന്താ വെച്ചാൽ മുത്തങ്ങ സമരം വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ പലരും മറന്നുപോയ മേ ബി ന്യൂ ഇയർ ജനറേഷൻസ് തീരെ അറിയാതിരുന്നൊരു ടോപ്പിക് അല്ലെങ്കിൽ അവർ ഓർക്കാതിരുന്ന ഒരു ടോപ്പിക്കിനെ വീണ്ടും ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്നു, ഡിസ്കഷന് സാഹചര്യമാക്കി. പക്ഷേ തുടക്കത്തെ ആ ഒരു വാവ് ഫാക്ടറിന് അപ്പുറത്തേക്ക് സിനിമേനെ വിമർശനപരമായിട്ട് ആൾക്കാർ ആലോചിക്കുമ്പോൾ അതിൽ കുറേ നീതികേടുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അതിലൊരു ഉദാഹരണം പറയുന്നത് ഈ ടോവിനോൻ്റെ ആ ക്യാരക്ടറിന് ഈ സ്ട്രഗിൾസിൻ്റെ ഒക്കെ ഒരു ക്രെഡിറ്റ് കൊടുക്കണ പോലെയായിപ്പോയി. ഇവരെ ആക്ച്വലി റിയൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് പോലീസുകാരാണ്. പക്ഷെ ആ ഒരു പോലീസുകാരന് ഈ സ്ട്രഗിൾസിൻ്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നീതികേടും പിന്നെ അതിൽ കുറച്ചൊരു മാനിപ്പുലേഷനോ അല്ലെങ്കിൽ പിന്നെ ശരിക്കും നടന്ന സംഭവങ്ങൾ അതിൻ്റെ ആ ഒരു ഫുൾ ഫ്ലെഡ്ജിൽ സിനിമയിൽ കാണിക്കാനും പറ്റില്ല, അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ചർച്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്കഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിനെ പറ്റിയുള്ള ഒരു ഇനീഷ്യൽ തോട്ട്സ് അഞ്ജനയ്ക്ക് സിനിമ കണ്ടപ്പോഴും ശേഷം പിന്നെ അതിനെക്കുറിച്ചൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴും ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ തന്നെ ഒരു ഡിസ്കഷൻ നടത്തി അതിനെപ്പറ്റി. നരിവേട്ടയിൽ ശരി മുത്തങ്ങ ബേസ് ചെയ്തിട്ട് സിനിമ വന്നപ്പോൾ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്ന ഗീതാനന്ദ മാഷും രാംദാസേട്ടനും നമ്മുടെ അവിടെ തന്നെ ഇരുന്ന് ചർച്ച ചെയ്തു. അപ്പം തന്നെ അവരുടെ ഒരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ലൈക്ക് സിനിമ ഒരു സിനിമയായിട്ട് ഹിസ്റ്റോറിക്കൽ പടം എന്നല്ലാതെ സിനിമയായിട്ട് കാണുകയാണെങ്കിൽ ഓക്കെ, പക്ഷെ നീതി പുലർത്തിയിട്ടില്ല എന്ന് തന്നെയായിരുന്നു അവരന്ന് സംസാരിച്ചത്. ഞാൻ ഒരു വയനാട്ടുകാരി എന്ന നിലയിൽ ആ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിലും എനിക്ക് ആ സിനിമയുടെ പോർട്രേയിലൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. ടൊവിനോ ഹാസ് ആക്റ്റഡ് വെൽ, ദ മൂവി ഹാസ് ബീൻ ടേക്കൺ റിയലി വെൽ. നല്ല മേക്കിംഗ് ഒക്കെ ആണെങ്കിലും വെൻ ഇറ്റ് കംസ് ടു ദ സ്റ്റോറി ലൈൻ, വെൻ വി ആർ ക്ലെയിമിങ് ദാറ്റ് മുത്തങ്ങ സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഫാക്ച്വൽ എററുകൾ അല്ലെങ്കിൽ ഫാക്ച്വൽ ഇഷ്യൂസ് ഇപ്പം ഇതായിരുന്നു. ഈവൻ വെൻ വി ക്ലെയിം ദാറ്റ് ഇറ്റ് ഇസ് എ ഫിക്ഷണൽ ഫിലിം ബേസ്ഡ് ഓൺ മുത്തങ്ങ ഇഷ്യൂ, കുറേ ഫാക്ട്സ് അതിനകത്ത് ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ളതുപോലെ ഉണ്ട്. ഇപ്പം ഈ നേരത്തെ ഹരി പറഞ്ഞ പോലെ CK ജാനുവിനെ CK ശാന്ത എന്നാക്കുകയും ഒരു സിമിലർ ഫിഗറും ഫിസിക്കും അന്ന് CK ജാനുവിൻ്റെ ഏറ്റവും ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്ന ഇമേജായ പോലീസിൻ്റെ മർദ്ദനത്തിന് ശേഷം ആ മുഖം പോലെ തന്നെ CK ശാന്തയെ കാണിച്ച് അങ്ങനെ ഓരോ കൃത്യമായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുണ്ടായിരുന്നത് ഏറ്റവും ഡിസ്കസ് ചെയ്ത എലമെൻറ്റുകളും സംസാരിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദിക്കേണ്ട ചോദ്യം, ശരിക്കും ഒരു ഹിസ്റ്റോറിക്കൽ സിനിമ എന്ന് നമ്മൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ, നരിവേട്ട ഫിക്ഷണൽ ഫിലിം തന്നെയാണ് അവർ ക്ലെയിം ചെയ്തിട്ടുള്ളത്, പക്ഷേ ഇങ്ങനെയൊരു അപ്പോൾ നാളെ ചിലപ്പോൾ ഇതാകും ചരിത്രം. ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള ഈ പറഞ്ഞ അന്ന് നമ്മുടെ ഡിസ്കഷനിൽ തന്നെ ചോദിച്ചിരുന്നു, ഈ പറഞ്ഞ പഞ്ചസാര ഇട്ട് കത്തിച്ച് കളഞ്ഞു എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ അതിന് പറഞ്ഞല്ലോ, ഈ ഒരു സബ്ജക്റ്റാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത് ഇതുവരെ അതൊരു കോൺസ്പിറസി തിയറി മാത്രമാണ്. അപ്പോൾ അത് തൊട്ട് അങ്ങോട്ടുള്ള ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ്ങുകൾ പുതിയൊരു ജനറേഷന് നമ്മൾ കൊടുക്കുന്നത് ഈ ഫിലിം ബേസ് ചെയ്തിട്ട്. അതാണ് പൊതുവെ ഹിസ്റ്റോറിക്കൽ സിനിമകൾ, നമ്മൾ പീരിയഡ് ഫിലിംസ് ഒരുപാട് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ആരെന്തിനുണ്ടാക്കുന്നു, എങ്ങനെ ഉണ്ടാക്കുന്നു, നമ്മൾ ഹെറോൾഡ് ലാസ്വെൽ പറഞ്ഞ പോലെ ഹൂ സേസ് വാട്ട് ഇൻ വിച്ച് മീഡിയം ടു ഹൂം വിത്ത് വാട്ട് എഫക്റ്റ്, ആ എഫക്റ്റിൻ്റെ പേർപ്പസ് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തോട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ദേവേട്ടൻ എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്തരം സിനിമകൾ എടുക്കുമ്പോൾ അതെങ്ങനെയായിരിക്കണം എന്താ പറയുക മേക്ക് ചെയ്യേണ്ടത്? നരിവേട്ട അവിടെ നിൽക്കട്ടെ. നരിവേട്ട ഒരുപാട് തരത്തിൽ സംസാരിക്കപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു സിനിമയാണ്. ബേസിക്കലി സിനിമ എന്ന് പറയുന്നൊരു മീഡിയത്തിന് നമുക്ക് എടുത്തു വെക്കാം. നമ്മൾ ഹിസ്റ്റോറിക്കൽ സിനിമ എന്ന് പറയുന്നൊരു ജോണറാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഹിസ്റ്ററിയെ ഒരുപക്ഷെ റീനറേറ്റ് ചെയ്യുന്ന, റീടെൽ ചെയ്യുന്ന, ഇല്ലെങ്കിലും അത്തരത്തിലുള്ള ആഖ്യായിക നെറേറ്റീവ്സ് ഉണ്ടാക്കാൻ ഹിസ്റ്ററിയുടെ ഭാഗം പിടിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ചരിത്രത്തെ അവലംബിച്ചുകൊണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ. പക്ഷേ നമ്മൾ ഈ റിയൽ ആൻഡ് റിയലിസ്റ്റിക് എന്ന് പറയുന്നൊരു രണ്ട് ടെർമിനോളജി വെറുതെ നമുക്ക് ഇവിടെ എടുത്ത് പരിശോധിക്കാൻ തോന്നും. കല
റിയൽ അല്ല എന്നതാണല്ലോ പൊതുവേ. കല റിയൽ അല്ല, കല റിയൽ അല്ല, സാഹിത്യം റിയൽ അല്ല, കവിത റിയൽ അല്ല. അത് സാഹിത്യമാണല്ലോ. കലയും സാഹിത്യവും റിയൽ അല്ലാത്തത് കൊണ്ട് തന്നെ അത് റിയലിസ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാവുന്ന, ഇല്ലെങ്കിൽ സ്റ്റൈലൈസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന, ഇല്ലെങ്കിൽ വ്യത്യസ്തമായ അവതരണ ശൈലികൾ കൊണ്ട് വ്യത്യസ്തമായ പേരുകൾ വെക്കാവുന്ന, പക്ഷേ പറയപ്പെടുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ കടന്നു പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റിയലായിട്ടുള്ള ഏതോ ഒരു സംഭവത്തെ ഇല്ലെങ്കിൽ ജീവിതാവസ്ഥകളെ അവലംബിച്ചുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, ഒരു സംവിധായകൻ, ഒരു പ്രൊഡ്യൂസർ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പം അഞ്ജന നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു 5 Ws കഥ പറഞ്ഞല്ലോ. ഇവിടെ എനിക്ക് പറയാനുള്ള 5 Ws എന്ന് പറയുന്നത് ഇത്രയാണ്. ആരാണ് ഈ സബ്ജക്റ്റ് വേണമെന്ന് തീരുമാനിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ഈ സബ്ജക്റ്റ് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത്? എപ്പോഴാണ് ഈ സബ്ജക്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്? എന്തിനു വേണ്ടിയായിരിക്കാം അത്? ഈ തരത്തിൽ നമുക്കതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റിയാൽ എനിക്കൊന്ന് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, അല്ലെങ്കിൽ സിനിമ തുടങ്ങിയ കാലത്ത് തന്നെ, ഇപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഈ സിനിമയൊക്കെ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കുറേ ആളുകളെയാണ് നമ്മൾ ഈസ് ഇറ്റ് റിയൽ ഓർ റിയലിസ്റ്റിക് എന്നതാണ്. അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരുപാട് ആളുകളെ ചിത്രീകരിച്ചുകൊണ്ടാണ് ആദ്യകാലത്തെ സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയതെങ്കിൽ അങ്ങനെ ചിത്രീകരിക്കാം എന്ന് പറയുന്ന ഒരു ടെക്നോളജിയെയാണ് അവിടെ ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ സിനിമ എന്ന് പറയുന്നത് ഒരു ഇമാജിനേഷൻ്റെ ക്രിയേറ്റീവ് സ്പേസായി മാറുന്ന സ്ഥലത്ത് പലപ്പോഴും റിയൽ സംഭവങ്ങളല്ല, പക്ഷേ റിയൽ സംഭവങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ റിയലിസ്റ്റിക്കായ തോട്ട് പ്രോസസ്സിൽ, റിയൽ ആൻഡ് റിയലിസ്റ്റിക് ആ വ്യത്യാസത്തെ അങ്ങനെ തന്നെ പറയട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ പറയാറുള്ളത് പോലെ, അരിസ്റ്റോട്ടിലും പ്ലേറ്റോ ഒക്കെ പറയുന്നത് പോലെ ആർട്ടിസ്റ്റ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം ദ റിയാലിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ഇവിടെ ചിന്തയ്ക്ക്, സങ്കല്പത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1900 അല്ലെങ്കിൽ നമ്മൾ 1910-ലോ 5-ലോ ഒക്കെ നമുക്ക് അമേരിക്കൻ സിവിൽ വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമകളുണ്ടല്ലോ. ദി ബർത്ത് ഓഫ് എ നേഷൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്ലോട്ട് ഇങ്ങനെയാണ് പോകുന്നത്. അമേരിക്കൻ സിവിൽ വാർ എങ്ങനെയാണ് 2 കുടുംബങ്ങളെ അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്തത്. അപ്പോൾ 2 കുടുംബങ്ങളെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു തെക്കൻ, ഒരു വടക്കൻ. ഈ തെക്കനും വടക്കനും എങ്ങനെയാണ് ഇതിലൂടെ കടന്നു പോയതെന്ന് പറയുന്ന ഒരു പ്ലോട്ടിലൂടെയാണ് അത് ഡെവലപ്പ് ചെയ്തു പോകുന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ വിമർശനം അതിന് പിന്നീട് വരുന്നതെന്ന് പറയുന്നത് അമേരിക്കയിലുള്ള കറുത്ത വംശജരെ എങ്ങനെയാണ് ഇതിൽ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചരിത്രം പറയുന്നു എന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങി, പക്ഷേ അത് നാഷണലിസത്തിന് വേണ്ടുന്ന രീതിയിലേക്ക് അതിൻ്റെ ഒരു പ്രൊപ്പഗൻഡ, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു അജണ്ട അങ്ങനെ വെക്കുകയും അമേരിക്കയിൽ ജീവിക്കുന്ന അമേരിക്കക്കാരനും അമേരിക്കയിൽ ജീവിക്കുന്ന കറുത്തവനും തമ്മിലുള്ള വ്യത്യാസത്തെ കൃത്യമായി കാണിക്കുകയും ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കലി ചോദ്യം ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. ആ സംഭവം ഒരുപാട് കാലം അതിനെ, ആ സിനിമയെ വിമർശനത്തിന് വിധേയമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അത്തരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ കറുത്തവൻ്റെ ചരിത്രമാണോ അതോ അമേരിക്കക്കാരൻ്റെ ചരിത്രമാണോ ഈ സിനിമ മുന്നോട്ട് വെച്ചത് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2ാം ലോക മഹായുദ്ധകാലത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള വേർഷൻസ് ഓഫ് വാർ, അങ്ങനെ ഒരുപാട് കസബ്ലാങ്ക പോലെയുള്ള ഒരുപാട് സിനിമകൾ ജീവിതവും രാഷ്ട്രീയവും, ജീവിതം എങ്ങനെയാണ് ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയത്, യുദ്ധം എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചത് ഇല്ലെങ്കിൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന ചർച്ചകൾ നടത്തിയിട്ടുള്ള വിവിധ ഭാഷകളിലുള്ള ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് പറയാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് നാഷണലിസത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്താണ് അജണ്ട? നാഷണലിസം ആവാം, പൊളിറ്റിക്കൽ ഗ്രോത്ത് ആവാം, ഇല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള നറേറ്റീവ്സിനെ ക്രിയേറ്റ് ചെയ്യലാവാം. അപ്പോൾ ചരിത്ര സംഭവങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ചരിത്ര സംഭവങ്ങളെ എടുത്തു എന്ന് പറയാൻ വേണ്ടി മാത്രം നമ്മൾ പറയല്ലോ ട്രൂ ഇവൻറ്റ്സ് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ്. ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് ആണ്, ഇറ്റ് ഈസ് നോട്ട് ട്രൂ ഇവൻറ്റ്സ് എന്ന് പറയും. ഒരു കാര്യം കൂടി നമ്മൾ പൊതുവെ ചരിത്രത്തിൽ, അല്ലെങ്കിൽ നമ്മൾ സാഹിത്യത്തിലൊക്കെ നമ്മൾ പറയാറുള്ളത്, ഫിക്ഷനെ കുറിച്ച് അല്ലെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രത്തിൻ്റെ തീയതികളും പേരുകളും റിയൽ ആവുകയും കണ്ടന്റ് ഫിക്ഷണൽ ആവുകയും ചെയ്യുന്നു. ഫിക്ഷണൽ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഔട്ട്പുട്ടുകളെ കുറിച്ച് പറയാറുള്ളത് അവിടുത്തെ തീയതികളും പേരുകളും, നേരത്തെ ജാനുവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തീയതികളും പേരുകളും ഫിക്ഷണലാവുകയും സംഭവങ്ങൾ റിയൽ ആവുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നൊരു തോട്ട് കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നാം, ഒരു സമൂഹത്തിൽ, ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നാം ഇതാണ് ശരിയെന്ന്. ഒരു രാഷ്ട്രീയ ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് അത് ശരിയാവുന്നത്. അതേപോലെ തന്നെ അത് മറ്റൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുമ്പോൾ ഇതിനെ മൊത്തം നിരാകരിക്കാൻ പറ്റുന്ന രീതിയിലേക്കും ആകാം. പൊതുവെ ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത് സിനിമ ഷുഡ് ബി കൺസിഡേർഡ് ആസ് എൻ ആർട്ട്
അത് മേക്ക് ബിലീഫ് എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളെ കാണിക്കുന്ന സാഹിത്യമാവട്ടെ, സിനിമയാവട്ടെ, കലയാവട്ടെ, എന്തും കാഴ്ചക്കാരന്, പ്രേക്ഷകന് ആസ്വദിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്നതിനപ്പുറത്തേക്ക് വിശ്വസനീയമായ തരത്തിൽ നിന്നെ കഥയിലൂടെ കൊണ്ടുപോകാൻ പറ്റുകയും ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ പറ്റുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് കലയുടെ ധർമ്മമെങ്കിൽ ഇറ്റ് ഈസ് ഫിക്ഷണൽ. ആൻഡ് വി കൻ ജസ്റ്റ് കോൾ ഇറ്റ് എസ് കൈൻഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിലിംസ്. നമ്മളിപ്പോൾ പറയുമല്ലോ പ്രേത സിനിമകൾ എന്ന് പറയുന്നത് പോലെ, ഇല്ലെങ്കിൽ രാഷ്ട്രീയ സിനിമകൾ എന്ന് പറയുന്നത് പോലെ നമുക്ക് പേരിട്ട് വിളിക്കാമെന്നുള്ളതല്ലാതെ പ്രേതകഥയൊന്നും പ്രേതങ്ങളെക്കുറിച്ചുള്ള റിയൽ സ്റ്റോറി അല്ലല്ലോ. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. സിനിമ ഈസ് ഫിക്ഷൻ. എൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് ഇങ്ങനെയാണ് പറഞ്ഞു നിർത്താൻ, സിനിമ ഈസ് ഫിക്ഷണൽ. സോ വി ഹാവ് ടു നോ ഹൗ ടു റീഡ് സിനിമ, ആർട്ട്, ലിറ്ററേച്ചർ എന്ന് പറയുന്ന സംഭവങ്ങൾ. കലയെ വായിക്കാൻ പഠിക്കുക, കല എന്താണ് പറയുന്നത് പഠിക്കുക, അത് കലയാണെന്ന് പഠിക്കാൻ പറ്റുക. അതിൽ ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ അല്ലാത്തത് എവിടെ നിൽക്കുന്നു എന്നതാണ്. ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് പ്രധാനമായിട്ടും ഈ സിനിമകൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു സ്ഥലത്ത് ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഫ്ലുവൻസ് അതിഭീകരമാണല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തമിഴ്നാട് എടുക്കുക, ആന്ധ്ര എടുക്കുക. അവിടെ ഭരിക്കുന്നവരെല്ലാവരും ഈ സിനിമേനെ ബേസ് ചെയ്തിട്ട്, ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ ഏറ്റവും റീസെൻറ്റ് വിജയ് CM സ്ഥാനാർത്ഥി. ഇപ്പോൾ വിജയ് ആ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നത് മൂപ്പര് ചെയ്ത സിനിമകളിൽ കൂടെയാണ്. അതിന് മുന്നേ ഉദയനിധി സ്റ്റാലിൻ, ആ ഒരു ഫേസ് ഇത്രയും പോപ്പുലർ ആയത് അദ്ദേഹം, അതിന് മുന്നേ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. MGR ഉണ്ട്, കരുണാനിധി, ജയലളിത സിനിമയിലൊക്കെ എഴുതിയിരുന്നതാണ് കരുണാനിധിയൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു അവരാണ് അവിടെ സ്റ്റേറ്റ് ഭരിക്കുന്ന ലെവലിലേക്ക് എത്തുന്നതും ഇപ്പോൾ ഭരിക്കാൻ പോകുന്ന ആൾക്കാരെല്ലാം ഈ സിനിമേനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഈ ബാബറി മസ്ജിദിൻ്റെ സംഭവം നമ്മളതിൻ്റെ ചരിത്ര സംഭവങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ്. ദൂരദർശനിൽ ആ സമയത്ത് രാമായണം സീരിയൽ ഉണ്ടായിരുന്നു. അത് കണ്ടു തുടങ്ങി ആൾക്കാരിൽ ആ ഒരു ഭക്തി എന്താ പറയുക ഇൻഡ്യൂസ് ചെയ്ത് അത് അവരെ കൂടുതൽ രോഷാകുലരാക്കി. പലരും അവരുടെ അജണ്ടയ്ക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ കറന്റ് ഈ BJP ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഈ വലതുപക്ഷ രാഷ്ട്രീയം ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് കാണാം. അതെ, പക്ഷെ സ്റ്റിൽ അത് മെയിനായിട്ട് അത് ഹെർട്ട്ഫുൾ ആയിട്ട് ഇപ്പോൾ ഈ ചരിത്രത്തിൽ തന്നെ വളച്ചൊടിക്കുന്ന രീതിയിലുള്ള സിനിമകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ BJP ഉണ്ടാക്കിയപ്പോൾ കേരള സ്റ്റോറി, കശ്മീരി ഫയൽസ്, അങ്ങനത്തെ ഉള്ള സിനിമകളൊക്കെ പറഞ്ഞ പോലെ അവരുടെ ഒരു അജണ്ട മുന്നോട്ട് വെക്കാനും ആൾക്കാരെ അതാണ് സംഭവിച്ചെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളൊരിതാണ്. അപ്പോൾ ഭാവിയിൽ ഈ സിനിമകൾ കണ്ടിട്ട് ഇതായിരുന്നോ സംഭവിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ അവരിതിനെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ പലരും ഇപ്പം തന്നെ നമുക്കറിയാം, എല്ലാവരും ഫോണിൽ അല്ലെങ്കിൽ റീലോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ കണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ആരും റിസർച്ച് ചെയ്തിട്ട് പകുതിയും പോകുന്നില്ല. ഈ റീല് കണ്ടിട്ട് വിശ്വസിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറിയിട്ടുണ്ട് മെജോറിറ്റി. അപ്പോൾ ഈ ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന സാധനം ഭാവിയിൽ ഇതാണ് ഹിസ്റ്ററി എന്നുള്ള ലെവലിലേക്ക് മാറുന്ന ഒരു അപകടം കൂടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപകടം ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു അപകടം. അപ്പം ഈ പറഞ്ഞതിൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും എല്ലാ രീതിയിലും ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ 20 തൊട്ട് എന്നല്ല 20 പോലും അങ്ങനെ അജണ്ട ഒരു പ്രൊപ്പഗാൻഡ. ഇപ്പോൾ നാസി പ്രൊപ്പഗാൻഡയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടൂള് ആർട്ടാണ്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടൂള് അവരുടെ ഐഡിയോളജീസ് സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് നാടകത്തിലൂടെ. കേരളത്തിൽ വലിയ വിപ്ലവങ്ങൾ അല്ലെങ്കിൽ വലിയ മാറ്റത്തിന് തന്നെ കാരണമായിട്ടുള്ളൊരു നാടകമാണ്. അപ്പോൾ ആർട്ട് ഈസ് ഓൾവേസ് ബീൻ കൺസിഡേർഡ് ആസ് എ ടൂൾ ടു മേക്ക് social changes, propagate ideologies. Make social changes എന്ന് പറയുന്ന പോലെ തന്നെ propagate ideologies. Definitely, sometimes create propagandas, sometimes to disseminate ഈ പറയുന്ന നമ്മൾ ചിന്തിക്കുന്ന സാധനങ്ങൾ. അത് ഏത് രീതിയിലും ഇപ്പം അതൊരു പെർസ്വേഷൻ ആണ് ആർട്ട്. അപ്പം അതിലൂടെ ഇപ്പം നമ്മളിൽ ഒരു 10 പേരിൽ ഒരാളെങ്കിലും ടൈറ്റാനിക്കിൽ അങ്ങനെ ഒരു ജാക്കും റോസും ഉണ്ടായിരുന്നു എന്നും, അതുപോലെ തന്നെ നമ്മൾ നാളെ പറഞ്ഞ പോലെ കാലാപാനിയിൽ ഗോവർദ്ധൻ ഉണ്ടായിരുന്നെന്നും കാത്തുനിരുന്ന ഗോവർദ്ധൻ്റെ കാമുകി കാത്തിരുന്നിരുന്നു എന്നും നമ്മളിപ്പോഴും കാത്തിരിക്കുന്നു എന്ന് വിചാരിക്കാൻ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടും. കാരണം സിനിമ അതാണ് ലാർജർ ദാൻ ലൈഫ് ഇതിൽ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ നമ്മൾ ലിറ്ററേച്ചർ എടുത്ത് നോക്കിയാൽ പോലും 2-ാം ഊഴം ഭീമൻ്റെ പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ ആ ഭീമൻ്റെ പെർസ്പെക്റ്റീവിൽ ഭീമൻ എങ്ങനെ ദ്രൗപദിയെ സ്നേഹിച്ചു, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രണയം, എന്തൊക്കെയായിരുന്നു അദ്ദേഹം വെൻ ത്രൂ ചെയ്ത മെൻ്റൽ സ്ട്രഗിൾസ്, അങ്ങനത്തെ ഒരുപാട് ആസ്പെക്റ്റ് അതിനകത്തുണ്ട്. അപ്പോൾ ചരിത്രം ഒരു ചരിത്രത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ സ്റ്റോറി ഇൻസ്പയർഡ് ഫ്രമോ
ഇപ്പം നമ്മളോട് നേരത്തെ നമ്മൾ പിന്നെ കോപ്പിറൈറ്റ് ആക്ടിൻ്റെ ഡിസ്കഷൻ നടത്തിയപ്പോൾ ഇൻസ്പയർഡ് എന്നുള്ള വേർഡ് ഇസ് എ റോങ് വേർഡ് ടു യൂസ് എന്ന് പറഞ്ഞപ്പോൾ എനി ഓഫ് ദീസ് തിങ്സ് ബേസ്ഡ് ഓണോ ഇൻസ്പയർഡോ എന്തും ചെയ്യുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദാറ്റ് ക്വസ്റ്റ്യൻ എ ഫ്യൂ തിങ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തിനുണ്ടാക്കുന്നു, ഇതേത് കോണ്ടെക്സ്റ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈവൻ നരിവേട്ട പോലും അവിടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുണ്ടായിരുന്ന നറേറ്റീവിൽ നിന്നും കുറച്ച്, നരിവേട്ട എന്നല്ല ഏത് നമ്മളൊരു പടം എടുക്കുക, നമ്മളൊരു കഥ കേട്ടു, ആ കഥ ബേസ് ചെയ്താണല്ലോ നമ്മളത് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഡെവലപ്പ് ചെയ്യുന്നത് ഞാനും ഹരിയും കൂടിയാണെങ്കിൽ നമ്മളുടെ ഹാബിറ്റാറ്റും നമ്മളുടെ സോഷ്യോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും എല്ലാം ഇതിനകത്ത് വരും. ആ ഒരു സ്റ്റോറി എഴുതുന്നതിനകത്ത് ഇതിനകത്ത് ഒരു തെറ്റുമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ വിഷൻ ഓഫ് ദ ഡയറക്ടർ, റൈറ്റർ. ആ ഇമാജിനേഷനാണല്ലോ വർക്ക് ചെയ്യുന്നത്. അയാൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇരുന്നിട്ട് അന്നത്തെ പീരിയഡ് ഫിലിം, ഇപ്പം ഹവാമഹൽ ജയ്പൂർ ഞാൻ പോയിരുന്നപ്പം ഹവാമഹലിൻ്റെ മൊത്തം ഒരു അവിടെ അവരൊരു ഇത് നമുക്ക് കേൾക്കാൻ തരും, ഗൈഡ് പോലെ. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ഒരു ജനലിലൂടെ മാത്രം പുറലോകം കണ്ടിരുന്ന അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു രാജാവ് കൊണ്ടുവന്ന് താമസിപ്പിച്ച ഒരു പെൺകുട്ടിക്ക് പുറത്ത് ഈ ജനാലയിലൂടെ കാണുന്ന ഒരു പുരുഷനോട് സ്നേഹം തോന്നിയാൽ എങ്ങനെയായിരിക്കും കഥ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. നമ്മൾ അങ്ങനെയൊക്കെ ആലോചിക്കുമല്ലോ, നമ്മൾ അങ്ങനെ ഒരു ക്രിയേറ്റീവ് സ്പേസ്, അതാണല്ലോ ആർട്ട്. അപ്പം അവിടെ ഇഫ് യു ആർ മേക്കിംഗ് എ ഹിസ്റ്ററി ഫിലിം, ഇറ്റ്സ് നോട്ട് ദ മേക്കേഴ്സ് റെസ്പോൺസിബിലിറ്റി വൺസ് ഇറ്റ് ഇസ് ഔട്ട്. മേക്കേഴ്സ് ഒബിയസ്ലി ഒരുപാട് ഡിസ്റ്റോർട്ട് ചെയ്യാണ്ട് ഉണ്ടാക്കുക. എനിക്ക് തോന്നുന്നില്ല ഹിസ്റ്റോറിക്കൽ ഫിലിംസിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ, ഈ ഹിസ്റ്റോറിക്കൽ ജോണറിലുള്ള ഫിലിംസിൽ വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രമേ ഹിസ്റ്റോറിയൻസ് അപ്രൂവൽ കൊടുത്തിട്ടുള്ളൂ. അല്ലാത്ത പടങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നവർ 2-3 ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്നില്ല. എന്തിന് ഇപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ പടം ഉണ്ടാക്കിയിരിക്കുന്നു, എന്തായിരിക്കും ഈ സർഫസ് ലെവലിലുള്ള സ്റ്റോറിക്ക് അപ്പുറത്തേക്ക് അകത്തേക്ക് എന്തൊക്കെ കഥകളുണ്ട്. വായിക്കാൻ ഇഷ്ടംപോലെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മളൊരു വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്താലും അതിനകത്ത് ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല. ബിക്കോസ് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് റീകൺസ്ട്രക്ഷൻ ഓഫ് ദ നറേറ്റീവ്സിൻ്റെ ഒരു കാലഘട്ടം. അതേപോലെ തന്നെ നമ്മളെപ്പോഴും പറയുന്ന ഒരു സാധനമാണ് ഹിസ്റ്ററി ഹാസ് ബീൻ ഓൾവേസ് ഹിസ്റ്റോറി വേർ ഇറ്റ് വാസ് റിട്ടൺ ബൈ സംബഡി ഹൂ വാസ് ഏറ്റവും പവർഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരാൾക്ക് വേണ്ടി വേറൊരാൾ എഴുതിയിരുന്ന, ഒരു രാജാവിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്പേസുകളിലുണ്ടായിരുന്ന ആളുകൾക്ക് വേണ്ടി എഴുതിയിരുന്ന ഒരു സ്റ്റോറി മാത്രമാണ് ഹിസ്റ്ററി. ഇത് തന്നെ പറയട്ടെ, ചരിത്രം എപ്പോഴും പവറിൻ്റെ കൂടെയായിട്ടുള്ള കാലമാണ്, അല്ലെങ്കിൽ കഥയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ചരിത്രം ഉണ്ടാക്കുന്നതും ചരിത്രത്തെ നറേറ്റ് ചെയ്യപ്പെടുന്നതും ഒരു പവർ സ്ട്രക്ചറിന് വേണ്ടി ആണ് എന്നതാണ്. അതിപ്പം ഇപ്പോഴുള്ള കാലം എടുത്തു വച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തിനാണ് 2000 അടിയുള്ള വലിയൊരു പ്രതിമ ഇന്ത്യയിൽ വരുന്നത്. എവിടെയാണ് ചരിത്രത്തെ മാറ്റുന്നത്? എന്താണ് ഇത്രയും കാലം ഉണ്ടായിരുന്ന പാർലമെൻറ്റ് മന്ദിരത്തിന് മറ്റൊരു മന്ദിരം പകരമായിട്ട് വരുന്നത്? അപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് എപ്പോഴും പവറുമായി ബന്ധപ്പെട്ടതും പവറിനെ അല്ലെങ്കിൽ ആ ചരിത്രം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ പവർ ഉണ്ടാക്കുന്ന നെറേറ്റീവ് ഏറ്റവും കൃത്യമായി പ്രജകളിലേക്ക് എത്തേണ്ടുന്ന, പ്രജകൾ എന്ന് തന്നെയാണ് അതിനെ ജനാധിപത്യത്തിലും ജനാധിപത്യ രാജ്യത്ത് പോലും നമ്മൾ അങ്ങനെ കാണപ്പെടുന്നുണ്ടെങ്കിൽ സാധാരണ പൗരന്മാരുടെ മനസ്സുകളിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ല ആയുധമെന്ന് പറയുന്നത് കലയാണ്. ആ കല എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള കലയുമാകാം. അപ്പോൾ അവിടെയാണ് നമ്മൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല, ഇന്ത്യയിലുടനീളം അത്തരത്തിലുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് കലാരൂപങ്ങൾ തന്നെയാണ്. അതിൽ ഒന്നുകിൽ നാടകമായിരിക്കാം, അല്ലെങ്കിൽ പെയിൻറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ സംഗീതമായിരിക്കാം. ഇപ്പോഴും സംഗീതം എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായി ജനമനസ്സുകളിലേക്ക് എത്തുന്ന ഒരു സംഭവമാണ്. ഇവിടെ നറേറ്റീവ്, ഇനി സംഗീതം വരെ നമ്മളെത്തി, സിനിമ മാത്രമല്ല എനി ആർട്ട് ഫോം. അങ്ങനെയാണ് നമുക്ക് വടക്കൻ പാട്ടുകൾ എന്ന് പറയുന്ന ഫോക്ലോർ ചരിത്രമായി മാറുന്നത്, ഇല്ലെങ്കിൽ ചരിത്രത്തെ പാടി കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ അടിയ കമ്മ്യൂണിറ്റിയിൽ അതിൽ ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ ഈ ഫോക്ലോർ വടക്കൻ പാട്ട് പറഞ്ഞപ്പോൾ ശരിക്കും വടക്കൻ പാട്ടിൽ മുഴുവൻ പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ചയുടെ ആരോമൽ ചേകവരുടെയും സ്റ്റോറി ആണെങ്കിൽ ശരിക്കും വടക്കൻ വീരഗാഥ വന്നതിന് ശേഷം നമ്മൾ ചന്തുവിൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചു. അത് ഇപ്പം റിലീസ് ചെയ്തപ്പോൾ പോലും നമുക്ക് ചന്തുവിനോട് തോന്നുന്നൊരു ചതിയനല്ലാത്തൊരു ചന്തു ചതിയനായിരുന്നില്ല എന്നൊരു സെക്കൻഡ് തോട്ട് ഈ ഫോക്ക് സോങ്സുകളിൽ മുഴുവൻ നമ്മൾ കേട്ടിരുന്ന കഥയിൽ നിന്ന് നേരെ തിരിച്ചു ഒരു പെർസ്പെക്റ്റീവ് ഡിഫറൻസ് ഉണ്ട്. ഈ പെർസ്പെക്റ്റീവ് ഡിഫറൻസ് ഉണ്ടാകുന്നിടത്താണ് ഒരുപക്ഷെ വടക്കൻ വീരഗാഥയിലെ ചന്തു എന്ന് പറയുന്ന കഥാപാത്രത്തെ കേരളത്തിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു നടനെ കൊണ്ട് അവതരിപ്പിക്കുന്നതിലൂടെ
മറ്റൊരു പേഴ്സ്പെക്റ്റീവ് ആ കഥാപാത്രത്തിന് ഉണ്ടാക്കി തീർക്കുക എന്ന് പറയും. ദാറ്റ്സ് ഓൾസോ ആർട്ട്. അങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 1921 എന്ന് പറയുന്നൊരു സിനിമ, IV ശശി സംവിധാനം ചെയ്തിട്ടുള്ള 1921 സിനിമ, വടക്കൻ മലബാറിലെ അല്ലെങ്കിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഏടിനെയാണ് പറയുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതിന് ആ കാലം ഒരുപക്ഷെ ദുരവസ്ഥ കുമാരനാശൻ എഴുതുന്ന കാലത്ത് കുമാരനാശൻ ഒരുപക്ഷെ മലബാറി അല്ലാത്തത് കൊണ്ട് കേട്ട കഥയായിരിക്കാം. ആ കഥയിൽ അദ്ദേഹം പറയുന്നത് ജോനകന്മാർ ഹിന്ദുക്കളെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന കാലത്തെക്കുറിച്ച് അദ്ദേഹം ദുരവസ്ഥയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അതാണ് ദുരവസ്ഥയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അത് ഈ കാലത്ത് വലതുപക്ഷ രാഷ്ട്രീയം നേരത്തെ പറഞ്ഞതുപോലെ എന്നോ കുമാരനാശാൻ പറഞ്ഞ ആ നറേറ്റീവിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഒരു പവർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഒരു സിസ്റ്റത്തിനകത്ത് ഏത് തരത്തിലുള്ള നറേറ്റീവ്സിനെ വെക്കാം എന്ന രീതിയിൽ നേരത്തെ ഹരി പറഞ്ഞതുപോലെ ഈ നറേറ്റീവ്സ് ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ വിഷകന്യക എന്ന് പറയുന്ന വയനാട്ടിലെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് വിഷകന്യക വലിയൊരു അതാണ് ആ പ്ലോട്ട്. അപ്പോൾ അതാണോ വയനാട്ടിലെ കുടിയേറ്റക്കാരൻ്റെ കഥ എന്ന് ചോദിച്ചാൽ വിഷകന്യക പറഞ്ഞത് ആ സ്പേസുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്രിയേറ്റീവ് നറേറ്റീവാണ്. എന്നാൽ തലപ്പാവ് എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതിനകത്ത് വേറൊരു സാധനമാണ് നമ്മൾ കണ്ടെത്തുന്നത്. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന നെറേറ്റീവ്സിനെ ഇപ്പോൾ കുമാരനാശാനെ വരെ നമ്മൾ പറയുമ്പോൾ അതിൽ ആർട്ട്, ലിറ്ററേച്ചർ എല്ലാ സംഭവങ്ങളിലും ഈ ഒരു റീനറേഷൻ ഇല്ലെങ്കിൽ ഒരു ന്യൂ നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉള്ളപ്പോൾ പോലും നമ്മൾ അങ്ങനെ പറഞ്ഞു നിർത്തിയ ഒരു സാധനം ഇതാണ്. അങ്ങനെയാണെങ്കിൽ സിനിമ എന്താണ്, ഡോക്യുമെൻ്ററി എന്താണ്, ഫിക്ഷൻസ് എന്താണ്, ഡ്രാമാസ് എന്താണ്, ഈ ജോണറും കൂടി ചർച്ച ചെയ്താൽ മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവുക എന്ന് തോന്നുന്നു. വാട്ട് ഈസ് ഡോക്യുമെൻ്ററി, ഡോക്യുമെൻ്ററിയുടെ കണ്ടന്റ് എന്തായിരിക്കണം, ഡോക്യുമെൻ്ററിയുടെ രീതികൾ എന്തായിരിക്കണം, ഫിക്ഷൻസ് ഉണ്ടാവുന്നത് ഏത് തരത്തിലുള്ള പശ്ചാത്തലത്തിലാണ്, ഡ്രാമാസ് ഉണ്ടാകുന്നത് ഏത് തരത്തിലുള്ള പശ്ചാത്തലത്തിലാണ്, അതിനപ്പുറത്തേക്ക് പോപ്പുലർ മൂവീസ്, അത് ആർട്ടായിക്കോട്ടെ, പോപ്പുലർ മൂവീസ് ആയിക്കോട്ടെ, ആർട്ട് മൂവീസ് ഓർ പോപ്പുലർ മൂവീസ് ആയിക്കോട്ടെ, എന്താണ് ഇവ പറഞ്ഞു വെക്കാൻ പോകുന്ന ഒരു രീതി. അപ്പം രണ്ടാം ഘട്ടം ഇങ്ങനെ നിർത്താം. രാഷ്ട്രീയം പറയുന്ന സിനിമകളുണ്ട്, ഇല്ലെങ്കിൽ ചരിത്രം പറയുന്ന സിനിമകളുണ്ട്, ചരിത്രത്തെ ഉൾക്കൊള്ളുന്ന സിനിമകളുമുണ്ട്. അപ്പോൾ ചരിത്രം പറയുന്ന സിനിമകളും ചരിത്രത്തെ ഉൾക്കൊള്ളുന്ന സിനിമകളും വേണമെങ്കിൽ നമുക്കൊന്ന് പരിശോധിക്കാം എന്നുള്ളതാണ്. അതിനകത്ത് എനിക്ക് ചരിത്രം പറയുന്ന സിനിമ ഇപ്പോൾ ഈ 1921 ചരിത്രം പറയുന്നു എന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്ന സിനിമയാണ്. പക്ഷേ സ്വയംവരം എന്ന് പറയുന്ന സിനിമ, അടൂരിൻ്റെ സ്വയംവരം ചരിത്രം പറയുന്ന സിനിമയല്ല, പകരം ചരിത്രത്തെ കൂടെ കൊണ്ടുപോകുന്ന സിനിമയാണ്. 1970-കളിലെ കേരളത്തിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു, തൊഴിലില്ലായ്മ ഉണ്ടായിരുന്നു, രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ വല്ലാത്തൊരു അനിശ്ചിതാവസ്ഥയുടെ രീതികളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തിൻ്റെ കഥ പറയുമ്പോൾ അവിടുത്തെ നായകൻ തൻ്റെ പുസ്തകം പോലും റിജക്റ്റഡ് ആയിട്ട് പുസ്തകം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വൈക്കം തൊട്ട് ജി ശങ്കരപ്പിള്ള സാർ തൊട്ട് ഉള്ള എല്ലാവരും ഇരിക്കുന്ന, ദേവൻ സാർ തൊട്ട് ഉള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്ന ഒരു സ്പേസിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇറ്റ് ഇസ് ടു സെൻറ്റിമെൻ്റൽ എന്ന് പറയപ്പെടുന്ന കൃതി. ആ ടു സെൻറ്റിമെൻ്റൽ ഈസ് നോട്ട് വർക്കിംഗ് ദർ എന്ന് അടൂർ പറഞ്ഞു വെക്കുന്ന ഒരു സാധനമുണ്ട്. അന്ന് കാൽപ്പനികതയല്ല വർക്ക് ചെയ്യേണ്ടത്, കാൽപ്പനികത തോൽക്കുകയും കാൽപ്പനികതയ്ക്കപ്പുറമുള്ളൊരു ജീവിതമുണ്ട്, ആ ജീവിതത്തിൻ്റെ സ്ട്രഗിളിനെയാണ് നമ്മൾ കാണേണ്ടത്, ഇല്ലെങ്കിൽ അതിനോടാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു വെക്കുന്നൊരു സാധനത്തിലാണ് ഒരുപാട് നമ്മൾ പ്ലോട്ടിൽ സൈഡിലൂടെ കടന്നു പോകുന്ന സാധനങ്ങളുണ്ട്. കേരളത്തിലും ബംഗാളിലും അധികാരം കിട്ടിയിട്ട് എന്തായി എന്ന് ചോദിക്കുന്ന ജാഥ കടന്നു പോകുന്ന സമയത്താണ് ഇദ്ദേഹം തൊഴിലില്ലാത്തവനായി ഇറങ്ങി വരുന്നത്. തൊഴിലില്ലാത്തവനായി ഇറങ്ങി വരുന്ന സമയത്ത് വേറൊരു പ്രസംഗം കേൾക്കുന്നുണ്ട്. ഈ പ്രസംഗം എന്ന് പറയുന്നത് കുറേ ആളുകളുടെ മുമ്പിൽ ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേൾക്കുന്നവനും പറയുന്നവനും ഒരുപക്ഷെ മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലുള്ള ഭാഷയുടെ വല്ലാത്ത കളിയിൽ ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ അത്ഭുതത്തോടെ കേട്ടു നിൽക്കുന്ന ഒരു ലോകം. എനിക്ക് തോന്നുന്നു ഈ തരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളുണ്ടല്ലോ, ആ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഒരുപക്ഷെ കാലം പറഞ്ഞു പോകുന്ന, ഈ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു പോകുന്ന, ഈ കാലത്ത് ചുറ്റുവട്ടത്തുള്ളത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു പോകുന്ന, എന്നാൽ പാരലലി വേറൊരു കഥ
മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ പശ്ചാത്തലത്തിൽ നീ ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു ആഖ്യായിക ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നതും എനിക്ക് തോന്നുന്നത് ഇറ്റ് ഈസ് ഓൾസോ റെഫറിങ് ഹിസ്റ്ററി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഹിസ്റ്റോറിക് ഫിലിംസ്. എനിക്ക് തോന്നുന്നത് അത് ജോണർ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് അത് ആ ഒരു കാലഘട്ടം നമ്മുടെ സിനിമയിൽ പ്ലോട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് കാലഘട്ടത്തിലാന്ന് പറയുന്നത്. ജോണർ നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് ഹിസ്റ്റോറിക്കൽ ഫിലിംസിൻ്റെ അണ്ടറിൽ വരുന്നത് ഒരു പീരിയഡിനെ ബേസ് ചെയ്ത് ഇപ്പോൾ ബയോപിക്സ് ഉണ്ടാകാം. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബയോപിക് ഒരാളെ പറ്റിയിട്ട്, ഇപ്പോൾ ഇഷ്ടംപോലെ ബയോപിക്സ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അബ്ദുൽ കലാം ആസാദിനെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ജയസൂര്യയുടെ പടമാണെങ്കിലും മുകളിലൂടെ ഓപ്പൺഹൈമർ പോലും ഒക്കെ ഒരു പീരിയഡ് ബേസ്ഡ് ആണ്. അങ്ങനെ ഒരു പീരിയഡ് ബേസ്ഡ് ആയിട്ടുള്ള പടങ്ങൾ, അതേപോലെ ഒരു ഇവൻറ്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ പോലും അതൊരു എറയിൽ ചെയ്യുന്നതായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും ഹിസ്റ്റോറിക്കൽ ജോണറിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു ട്രെൻഡ് ഹിസ്റ്റോറിക്കൽ സിനിമകൾ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻസ് ഏറ്റവും കൂടുതൽ ബയോപിക്കുകൾ, ബോളിവുഡിനെ നമ്മൾ പലപ്പോഴും കളിയൊക്കെ ബയോപിക് വുഡ് എന്ന് പറഞ്ഞിട്ടാണ്, ബി വുഡ്. ബോളിവുഡിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതിന് പല ഉദാഹരണങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ പത്മാവതും സഞ്ജയ് ലീല ബൻസാലി എടുക്കുന്ന സിനിമകൾ. ഇപ്പോൾ പത്മാവത് ആക്ച്വലി വലതുപക്ഷം ഭയങ്കരമായിട്ട് എതിർത്തൊരു സിനിമയായിരുന്നു. പക്ഷെ അവർക്ക് ഫേവർ ചെയ്യുന്ന സിനിമ വരുമ്പോൾ അവർ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. മന്ത്രിമാരടക്കം വന്ന് അതിന് ക്യാമ്പയിനിങ്ങിനും പ്രൊമോഷനും ഇറങ്ങുന്നൊക്കെ സീനുകളാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. ബോളിവുഡിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക സോളിഡായിട്ടുള്ള എക്സാമ്പിൾ. അക്ഷയ് കുമാർ എന്തെങ്കിലും ഒരു റിയൽ ഇൻസിഡൻ്റ് ആയ അടുത്തത് അക്ഷയ് കുമാർ ആ സിനിമ കൊണ്ട് വരും എന്നാണ് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഇത്തരം സിനിമകളും അതിനുള്ള റിസപ്ഷനും അത് കൊണ്ടുവരുന്നതിൻ്റെ പിന്നാലെയുള്ള ഒരു എന്താ പറയുക ഒരു ഐഡിയ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ട് അഞ്ജന ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിപ്പോൾ അവസാനത്തെ തൊട്ട് എടുത്തു പറയുമ്പം പൊന്നിയിൻ സെൽവനാണ്. വെൻ വി ലുക്ക് അറ്റ് സഞ്ജയ് ലീല ബൻസാലിയുടെ ഒരു മാസ്റ്റർ പീസ് തന്നെ ഈ പറയുന്ന ഗ്രാൻഡ് ഫിലിം സെറ്റും നമ്മൾ അതിനകത്തേക്ക് ഇങ്ങനെ പോവുകയാണല്ലോ. വി ജസ്റ്റ് ശരിക്കും സിനിമയുടെ മാജിക്കിനെ വളരെ ബ്യൂട്ടിഫുള്ളി യൂസ് ചെയ്ത് നമ്മളെ ആ സ്ക്രീനിനകത്തേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ജോധ അക്ബറിൻ്റെയും അക്ബറിൻ്റെ കൂടെ ഇരിക്കുകയും പത്മാവതിലാണെങ്കിലും ഒക്കെ നമ്മൾ ഈ പറയുന്ന ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ മോർ ഓഫ് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ഹിസ്റ്ററിയേക്കാളും അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിനോടും അതേപോലെ തന്നെ ഈ പറയുന്ന ഗ്രാൻഡ്യൂറാണ് ആ വേർഡ്. ശരിക്കും നമ്മളിങ്ങനെ ഭയങ്കര കോസ്റ്റ്യൂംസും അവരുടെ ഇയറിങ്സും അത് തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ഹിന്ദി സീരിയൽസിലും ഇപ്പോൾ കുറച്ച് മലയാളം സീരിയൽസിലും ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന സീരീസിലൊക്കെ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സ്റ്റോറി, ഇറ്റ്സ് അബൌട്ട് ഹൗ ദാറ്റ് വേൾഡ് ഈസ് ബീയിങ് ക്രിയേറ്റഡ്. രാജാക്കന്മാർ അങ്ങനെയായിരുന്നു, അവരുടെ ഒരു ലൈഫ് ഇങ്ങനെയായിരുന്നു. ആ ഫിലിമിൻ്റെ സ്റ്റോറിയുടെ ക്രെഡിബിലിറ്റിനേക്കാളും കൂടുതൽ ഇങ്ങനെയുള്ള ബോളിവുഡിൽ മജോറിറ്റി ഓഫ് ദ ബോളിവുഡ് ഞാൻ പറയുന്ന ഈ ഒരു പഴയ രാജാക്കന്മാരുടെ കാലത്തുള്ള പടങ്ങൾക്ക് ആ ഒരു ഗ്രാൻഡ്യൂറിനാണ് ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. അതിനെ ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നത് സിനിമയുടെ ഷോർട്ട് ഡിവിഷനിലും അതിൻ്റെ വേ ഓഫ് ആംഗിൾ വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും അതേപോലെ തന്നെ അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ ചുറ്റുമുള്ള സെറ്റും. അപ്പോൾ ശരിക്കും സിനിമയുടെ എല്ലാ പ്രോപ്പർട്ടിയും വളരെ ബ്യൂട്ടിഫുള്ളായി യൂസ് ചെയ്തുകൊണ്ട് ഒരു കഥ പറയുന്നു. ആ കഥയിനകത്ത് എത്രമാത്രം സത്യമുണ്ട് എന്ന് വെച്ചാൽ ആ കഥ നടന്ന കാലഘട്ടത്തിൽ എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് ഡയറക്ടറിൻ്റെയും റൈറ്ററിൻ്റെയും ഇമാജിനേഷനിൽ കൂടെ പോകുന്നത്. അപ്പോൾ പൊന്നിയിൻ സെൽവൻ ഇറങ്ങിയ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ആ പൊന്നിയിൻ സെൽവൻ കൽക്കി കൃഷ്ണമൂർത്തിയുടെ നോവൽ ബേസ് ചെയ്തിട്ടുള്ള പടം മണിരത്നം ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഹീ ലിവ്സ് നിയർ വെയർ എക്സാക്ട്ലി ദ സ്റ്റോറി ഹാസ് ഹാപ്പൻ, നാഗപട്ടണം ആ ഒരു ഏരിയയിൽ. അപ്പോൾ ഐ വാസ് ടോക്കിംഗ് ടു ഹിം. സോ ഹീസ് ലൈക്ക് ഐ ആം നോട്ട് ഗോയിങ് ടു PS1 കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഐ ആം നോട്ട് ഗോയിങ് ടു വാച്ച് ദിസ് ഫിലിം അറ്റ് ഓൾ. നമുക്ക് അപ്പോഴാണല്ലോ നമ്മളും ഈ പറഞ്ഞ പോലെ മേക്ക് ബിലീഫിനകത്തും മണിരത്നത്തിൻ്റെ മാജിക്കിലും മതിമറന്നിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ആസ്റ്റേഴ്സ് എൻ്റെ നാട്ടിലെ ഒരു സ്ത്രീ പോലും ഐശ്വര്യ റായിയെ പോലെയുള്ള ഒരാളല്ല, അല്ലെങ്കിൽ തൃഷയും അല്ല. അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ഇമേജറിയും ഞങ്ങളുടെ നാടിൻ്റെ അല്ല എന്ന് പറയുന്നിടത്ത് ആ നാട്ടിൽ നിൽക്കുന്ന ആളുടെ രോഷമാണ് നമ്മൾ കാണുന്നത്. സെയിം ഫോർ ദ സെയിം തിങ് ഹീ സാസ് ഹീ നെവർ കൺസിഡേഴ്സ് മണിരത്നം ആസ് എ ഫാബുലസ് ഡയറക്ടർ. ബിക്കോസ് നമ്മളെപ്പോഴും ഗ്ലോറിഫൈ ചെയ്ത് പറയുന്ന ഒരു പടമാണ് ഇരുവർ. മോഹൻലാലും പ്രകാശ് രാജും അഭിനയിച്ച അന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ ഒരുപാട് സ്വാധീനം സൃഷ്ടിച്ച ഒരുപാട് കോളിളക്കം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പടം ഇരുവർ എന്ന് പറയുന്ന പടം പോലും ആർട്ടിസ്റ്റിക്കലി പടം പോലും according to people in Tamil Nadu has influenced lot of political decisions and it was
ആ പ്രൊപ്പഗാൻഡ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഓഫ് ആളുകളും ഉണ്ട്. അത് MS പാണ്ഡ്യൻ എക്കണോമിക് പൊളിറ്റിക്കൽ വീക്കിലിയിൽ എഴുതിയിരുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതിനകത്ത് പറയുന്നത് ഇരുവർ ആസ് എ കമോഡിറ്റി എന്നാണ്. ഇരുവറിനെ എങ്ങനെ കമോഡിറ്റി ആയി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഐഡിയ അക്ബർ സ്നേഹിച്ച, അക്ബർ വിവാഹം കഴിച്ച ആള് ഐശ്വര്യയെ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ തൊട്ടിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി, എത്തിനിസിറ്റി, നമ്മുടെ എസ്തെറ്റിക് സെൻസ്, നമ്മുടെ സ്കിൻ കളറ്, നമ്മുടെ റേസ്, ഇതിനെല്ലാം ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ഒരു ഇമേജ് നമ്മൾ ശരിക്കും കൃത്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിലെ പഴയ സ്ത്രീകളുടെ പടങ്ങൾ പോലും ഇപ്പം നമ്മൾ രാജാരവിവർമ്മയുടെ ചിത്രങ്ങൾ ആണ് കേരളത്തിലെ സ്ത്രീകളെന്ന് ചിന്തിക്കുന്ന സമയത്ത് അതൊരിക്കലും കേരളത്തിലെ സ്ത്രീകളായിരുന്നില്ല എന്നും അത് കൽക്കട്ട, ബോംബെ ബേസ് ചെയ്തിട്ടുള്ള മോഡലുകൾ, സുനന്ദൊക്കെ പോലെയുള്ള മോഡലുകളായിരുന്നു എന്നുള്ളതും ഒരു റിയാലിറ്റി ആണെങ്കിലും നമ്മളിപ്പോഴും വിചാരിക്കുന്നത് ഈ പറയുന്ന അദ്ദേഹം വരച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മദർ ഇൻ ലോയുടെ പടം, ആ പടത്തിൽ പടം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറയുന്ന ഒരു ഇമേജിലുള്ള ആളല്ല. അപ്പം ആ ഒരു ഇമേജറീസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ആ ഒരു ഗ്ലോറിഫൈ അല്ലേ, ലൈക്ക് ദിസ് ഇസ് ഹൗ ദറ്റ് ലക്ഷൂറിയസ് ലൈഫ് ഓഫ് എ കിങ് വിൽ ബി, അല്ലെങ്കിൽ ദിസ് ഇസ് ഹൗ എ വില്ലൻ ഇസ് പോർട്രേഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ രീതിയിൽ, ദിസ് ഇസ് ഹൗ ബാജിറാവ് മസ്താനിയിലെ വില്ലൻ, മറ്റേ റോ മീറ്റ് കഴിക്കുന്ന രാജാവ്, അധികാരമോഹിയായിട്ടുള്ള രൺവീർ സിംഗിൻ്റെ ക്യാരക്ടർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ഡയറക്ടറിൻ്റെ പേഴ്സ്പെക്റ്റീവാണ്. ഇപ്പം രണ്ടാം ഊഴത്തിലെ ഭീമൻ്റെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് ഭീമനകത്തിരുന്ന MT വാസുദേവൻ നായർ തോട്ട് പ്രോസസ്സ് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും ബോധവും സെൻസും നമുക്കുണ്ടെങ്കിൽ ദിസ് ഇസ് ഫെയർ. ആൻഡ് ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് വെൻ വി ലുക്ക് അറ്റ് ഹിസ്റ്റോറിക്കൽ ഫിലിം എന്ന് പറയുന്ന ഒരു ജോണർ മാത്രമാണ് ബേസ്ഡ് ഓൺ ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ. അവിടെ നമ്മളെപ്പോഴും സിനിമയുടെ സ്റ്റോറിയിൽ ഡയറക്ടർ എങ്ങനെ അല്ലെങ്കിൽ റൈറ്റർ എങ്ങനെ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇതാണ് ചരിത്രമെന്ന്. ഇപ്പം ആമിയായിട്ട് മഞ്ജു വാര്യർ അഭിനയിച്ചപ്പം, മാധവിക്കുട്ടിയായിട്ട് മഞ്ജു വാര്യർ അഭിനയിച്ചപ്പം ആ പടം തിയേറ്ററിൽ കണ്ടപ്പം എനിക്ക് തോന്നിയ ഒരു വലിയൊരു ബുദ്ധിമുട്ട്, ഇനി മാധവിക്കുട്ടിയുടെ മുഖം മഞ്ജു വാര്യരുടേതായി പോകുമല്ലോ എന്നുള്ള നമുക്കൊരു തോന്നുന്നൊരു വിഷമമുണ്ടല്ലോ. ഇപ്പോൾ MGR അറിയാത്ത അല്ലെങ്കിൽ MGR ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ജീവിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം MGR എന്ന് പറയുന്നത് ഇരുവറിലെ മോഹൻലാലാണ്, അല്ലെങ്കിൽ ജയലളിത എന്ന് പറയുന്നത് കങ്കണ റണാവട്ടാണ്. ആ ഒരു സ്പേസിലേക്ക് നമ്മൾ ആ ഇമേജസിനെ വെക്കുന്നു എന്നുള്ളത് ഒരു ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കെയർഫുള്ളായിട്ട് ഇങ്ങനത്തെ ഇവൻറ്റ് ബേസ്ഡ് സിനിമകൾ ചെയ്യാമെന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് പറയാം. പക്ഷേ ദർ വിൽ ബി ലൈക്ക്, നമ്മൾ നേരത്തെ ഇതിന് മുന്നേ നടത്തിയ മട്ടാഞ്ചേരിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയുള്ള ഇതിനകത്ത് നമ്മൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഹൗ ഡു യു ഫിൽട്ടർ ദിസ്? യു ഹാവ് ലോട്ട് ഓഫ് വേ ടു നോ ദറ്റ് ഇവിടെ ഇങ്ങനെ ആയിരുന്നു സംഭവിച്ചിരുന്നത്, പട്ടണം ഇവിടെ ആയിരുന്നു, മുസുറിസ് പട്ടണം ഈ സ്ഥലത്തായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവിടെയൊക്കെ വേറെ ഒരു വേർഷനും കൂടി ഉണ്ടാകുമല്ലോ എന്നുള്ളത് നമ്മളെപ്പോഴും ഓപ്പണായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അഞ്ജന പറഞ്ഞ ആ വാക്ക് കൊള്ളാം, കെയർഫുള്ളി. അത് കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് തോന്നുന്നത് റെസ്പോൺസിബിളി എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കാലഘട്ടത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലല്ലാത്ത രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരു അടുത്ത സിനിമയുടെയൊക്കെ ഒരു പ്രത്യേകത, ഒരു പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രത്യേകത, ഇറ്റ്സ് ലീവ്സ് ഫോർ ഇയേഴ്സ്, ഫോർ ഡെക്കേഡ്സ്, ഫോർ സെഞ്ച്വറീസ്, ഫോർ എന്താ പറയുക, ജനറേഷൻസ് എന്ന് പറയുന്ന. ആൻഡ് ദിസ് ബിക്കംസ് റെഫറൻസ് പോയിന്റ്സ് ഫോർ ഫ്യൂച്ചർ. ഇത് ഫ്യൂച്ചറിൽ നമ്മളൊരു കാര്യം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ തന്നെ നാച്ചുറലി ചിന്തിക്കാറുണ്ടല്ലോ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടുണ്ട് ആ പടത്തിൽ അതിങ്ങനെയാണ്. ഇപ്പം ഈ 30 seconds റീലിനകത്തുള്ളത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു ചരിത്ര രചന പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സിനിമകളിലെ ചരിത്ര സംഭവങ്ങളെ എടുക്കുന്നതെന്ന് തോന്നുന്നു. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇപ്പം നമ്മൾ ഡോക്യുമെൻ്ററീസിനെ കുറിച്ച് പറയുമ്പോൾ റെപ്രസെൻറ്റേഷണൽ എന്ന് പറയും. പക്ഷേ പോപ്പുലർ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് റെപ്രസെൻറ്റേഷനിൽ മാറി അത് കുറച്ചുകൂടി എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിൽ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഒരു ആസ്പെക്റ്റിലായിരിക്കും സിനിമകൾ പൊതുവെ വരാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കലയെ എങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ പല ഡിസ്കഷനിലും പറഞ്ഞിട്ടുള്ള കലയെ വായിക്കാൻ പഠിപ്പിക്കുന്നൊരു സമൂഹത്തിൽ മാത്രമാണ് കല എന്താണെന്നും സിനിമയിൽ പറഞ്ഞിട്ടുള്ള നറേറ്റീവ് എങ്ങനെ വായിക്കപ്പെടണമെന്നും തീരുമാനിക്കാൻ പറ്റുന്നത്. നമ്മൾ ഈ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ടൈമിൽ
നമ്മുടെ ന്യൂസ് റീൽസ്, അത് ഈ 80കളിൽ വരെയൊക്കെ ഉണ്ടായിരുന്നു ന്യൂസ് റീൽസ്. സിനിമ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യമേ ന്യൂസ് റീൽസ് കാണിക്കും, ഇങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം തൊട്ട് അങ്ങനെ പല കാര്യങ്ങൾ, ഭഗത് സിംഗിനെ കുറിച്ച്, അപ്പം ലെജൻഡറീസ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ, ഗാന്ധിയെക്കുറിച്ച്, ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കണ്ടിരുന്നിട്ടുണ്ട്. സോ ദാറ്റ് വാസ് ലൈക്ക് ഫോർ എൻ എഡ്യൂക്കേഷണൽ പർപ്പസ്. ഇറ്റ് ഈസ് പാസിങ് ദി ഇൻഫർമേഷൻ ടു എ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നൊരു പദ്ധതിയിലായിരുന്നു അത് കുറേ കാലം കടന്നു പോയിട്ടുള്ളതെങ്കിൽ അതിനോട് ജനം പ്രതികരിച്ചു തുടങ്ങിയ, രാഷ്ട്രീയപരമായി പ്രതിരോധിച്ചു തുടങ്ങിയ കാലത്ത് അത് വേറെ തരത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് 1975 നമ്മളിപ്പം അവസാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയുടെ വാർഷികം കൂടി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ക്രിയേറ്റിവിറ്റി എവിടെ വരെയാകാം, what should be the freedom of creativity and what extent creativity can take things, അതിനെ ഏത് തരത്തിൽ വേണമെങ്കിലും വായിക്കാം എന്ന് പറയുന്ന ഡിസ്കഷൻ എനിക്ക് തോന്നുന്നത് ആർട്ട് ഈസ് നോട്ട് ജസ്റ്റ് ബീങ് എലോൺ, ആർട്ട് ഈസ് പൊളിറ്റിക്കൽ, ആർട്ട് ഈസ് കൾച്ചറൽ. അപ്പോൾ സിനിമയെക്കുറിച്ച് തന്നെ പറയുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്നത് സിനിമ ഈസ് ദി മിറർ ഓഫ് എ കൾച്ചർ എന്നാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമ നമ്മൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ, എടുക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ ആ കാലഘട്ടത്തെ കാണാൻ സാധിക്കും എന്ന ഒരു ഇപ്പം രാജീവ് രവിയുടെ ഒരു സിനിമയുണ്ട് അന്നയും റസൂലും. ആ സിനിമ നടക്കുന്നത് മൊത്തം ആ സിനിമയിൽ മൊത്തം എല്ലാ ഫ്രെയിമിലും വെള്ളം കാണാം. അപ്പം മഴക്കാലം കഴിഞ്ഞ, അപ്പോൾ അത് റെഫറൻസ് ആണ്. മഴക്കാലം കഴിഞ്ഞത് എന്ന് പറയുന്നത് പോലെ തന്നെ, യുദ്ധം കഴിഞ്ഞത് എന്ന് പറയുന്നത് പോലെ തന്നെ, ഒരു അടിയന്തരാവസ്ഥ കഴിഞ്ഞത് എന്ന് പറയുന്നത് പോലെ തന്നെ, ഒരു ഗവൺമെൻറ് മാറിയത് എന്ന് പറയുന്നത് പോലെ തന്നെ, അപ്പം സമൂഹത്തിൽ ഇത്രയോ സമരങ്ങൾ കഴിഞ്ഞത് എന്ന് പറയുന്നത് പോലെ തന്നെ, ഒരു പ്ലോട്ട് വരുമ്പോൾ ആ പ്ലോട്ടുമായി ചേർന്ന് കൊണ്ടിരിക്കുന്ന സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ഇതിനകത്ത് വായിക്കപ്പെടും എന്നുള്ളിടത്താണ് സിനിമ കാലികമായി മാറുന്നത്. ഇല്ലെങ്കിൽ അത് ഫിക്ഷണലായിട്ടുള്ള, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫിക്ഷനിൽ മാത്രമാവുന്ന ഏതോ കാലത്ത്, ഇപ്പോൾ സയൻസ് ഫിക്ഷൻ സിനിമകളൊക്കെ പോകുന്ന പോലെ ഏതോ കാലം. പക്ഷെ കാലം എപ്പോഴും റെഫർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, കാലം ഏതെങ്കിലും തരത്തിൽ റെഫർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ കാലവുമായി നീതി പുലർത്താൻ പറ്റുന്ന ഒരു സാഹചര്യവും കൂടി ആർട്ട് ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാകുമ്പോൾ, ആ ഒരു ബോധം ഇല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷനും കൂടി ആർട്ട് ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ഈ പറയുന്ന കാര്യങ്ങൾ സിമ്പിളാവും, തെറ്റിദ്ധരിക്കപ്പെടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ തെറ്റിദ്ധാരണയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഷാജഹാൻ്റെ ഏറ്റവും വലിയ സംഭാവന നമ്മളിങ്ങനെ പറയും, ഷാജഹാൻ ആ തരത്തിലുള്ള എന്തായിരുന്നു, രാജാവായിരുന്നു, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ താജ്മഹലും ഉണ്ടായിരുന്നു, ഭാര്യയോട് സ്നേഹമുള്ള. ഈ വേറൊരു നറേറ്റീവ് ഉണ്ട്, ആ താജ്മഹൽ ഉണ്ടാക്കിയവരുടെ എല്ലാം കൈവെട്ടി കളഞ്ഞ രാജാവാണെന്നും പറയുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, അത്രയും കാലം ആ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ മരിച്ചുപോയ, ഇല്ലെങ്കിൽ പീഡനത്തിന് വിധേയരായ വലിയ ജനസമൂഹത്തിൻ്റെ കഥ ഇവിടെ വിസ്മരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ, കോയിന് ഇരുവശമുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ, ഇഫ് യു ആർ കൺസിഡറിങ്, ഇഫ് യു ആർ എക്സാമിനിങ് ഈ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ഈ സംഭവത്തിനെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് സൈഡുമുണ്ട്. പക്ഷെ രണ്ട് സൈഡിൽ എവിടെയാണ് ആർട്ട്? അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഒരു 2.5 മണിക്കൂറിന്റെ ഒരു പടം മാത്രമാണ്, ഒരു 2.5 മണിക്കൂറിൽ പറയുന്ന ഒരു കഥയാണ് സിനിമ. അപ്പൊ അതിനകത്ത് എപ്പോഴും ഒരു എൻഡ് വേണം, ഒരു ബിഗിനിങ് വേണം, ഒരു മിഡിൽ വേണം, ഒരു എൻഡ് വേണം. ഇപ്പോൾ നമ്മൾ പറയുന്ന ഷേക്സ്പിയറിന്റെ 5 ആക്ട് ഫോളോ ചെയ്യുമല്ലോ, ഇങ്ങനെ പോയി ഹീറോ വരുന്നു. അപ്പൊ അവിടെ എങ്ങനെ നമ്മൾ ഓഡിയൻസിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളിടത്ത് സാക്രിഫൈസ്, ഹീറോയിസം, പിന്നെ ഇമോഷൻ, റൊമാൻസ്, ഇതെല്ലാം ഇൻവോൾവ് ചെയ്യേണ്ട ഒരു മസാല മിക്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ സിനിമ എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ സിനിമ നമ്മൾ വെറുതെ പറയുന്ന സമയത്ത് പട ഈ തരത്തിൽ നിന്ന് വ്യത്യാസമായി നിൽക്കുന്ന ഒരു പടമാണ്. ഇപ്പം നരിവേട്ട പോലെ നമ്മൾ എന്താ ഹിസ്റ്ററിയെ ബേസ് ചെയ്തുകൊണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരികയാണെങ്കിൽ, പട ശരിക്കും പാലക്കാട് നടന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ട കളക്ടറെ ബന്ദിയാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ഇവൻ്റാണ്. ആ ഇവൻ്റ് ഒരു ഡോക്യു ഫിക്ഷണൽ പാറ്റേണിലാണ് ഒരുപക്ഷെ ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അതും അങ്ങനെയാണെങ്കിൽ 1921 നമ്മൾ വെറുതെ ഒന്ന് വെക്കുകയാണെങ്കിൽ 1921 അന്ന് അങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറയുന്നൊരു സംഭവമാണ്. ഇവിടെ കുറച്ചുകൂടി ഇതവിടെ നടന്ന ഒരു സംഭവമായിരുന്നു എന്ന് പറയുന്നത്. അതിനകത്ത് അതിൻ്റെ ഒരു ക്രൈസിസ് വന്നിട്ടുണ്ടാവുക എനിക്ക് നമ്മൾ ഈ കൊമേഴ്ഷ്യൽ സക്സസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ സിനിമ എടുത്തു വെക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഒരു നായകന് ഒരു റൊമാൻസ് വേണം,
അവിടെ ഇങ്ങനെ ഒരു സാധനം വേണം, ഒരു ട്രാജഡി വേണം, ദെൻ ഹീറോ എമേർജ് ചെയ്യണം എന്നൊക്കെ പറയുന്ന പോലത്തെ രീതിയിലേക്ക് ഈ ഹിസ്റ്ററി മുഴുവൻ കൂടെ എടുത്തു വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അതിന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സിനിമയുടെ ആരായിരിക്കണം നായകൻ നായിക എന്നൊക്കെ പൊന്നിയിൻ സെൽവനെ വെച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള രൂപങ്ങളെ അടക്കം, ജിയോഗ്രഫി അടക്കം, ആന്ത്രപ്പോളജി അടക്കം നിരാകരിക്കുന്ന തരത്തിലുള്ള ചില ക്രിയേഷൻസ് വരുന്ന സമയത്താണ് തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതകൾ. ഇപ്പോൾ ഷിൻഡേഴ്സ് ലിസ്റ്റ് പോലുള്ള പടങ്ങളോ ഇല്ലെങ്കിൽ പട പോലുള്ള സിനിമകളോ ഒക്കെ നമ്മൾ ആ തരത്തിൽ ചരിത്രവുമായി കൂടുതൽ നീതി, ആരുടെ നീതി എന്നാണ്, ആർക്കാണത് നീതി എന്നുള്ളിടത്താണ്. എനിക്കൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു കാര്യം, അതിന് പറയുന്നതിന് മുമ്പ് ഇങ്ങനെ പറയാം, എന്താണ് കല, എങ്ങനെയാണ് കലയെ കലയായി കാണേണ്ടത്, കലയെ വായിക്കേണ്ടത് എങ്ങനെയാണ്. അപ്പോൾ കല നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും, നിശ്ചയമായി ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ പിന്നെ കലയുടെ ആവശ്യമില്ല. അത് ഇമോഷണലി ഇൻഫ്ലുവൻസ് ചെയ്യാം, പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യാം, കൾച്ചറലി ഇൻഫ്ലുവൻസ് ചെയ്യാം, ഒക്കെ ചെയ്യാം. ചെയ്യുമ്പോൾ പോലും ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പണ്ട് പറയാനുണ്ടായിരുന്നു മുകുന്ദൻ്റെ നോവലുകൾ വായിച്ചിട്ട് കഞ്ചാവ് അടിച്ച് നടന്നിരുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് ഒക്കെ. അപ്പോൾ അങ്ങനെ നോവലുകൾ എഴുതിയ, അല്ലെങ്കിൽ ആനന്ദിൻ്റെ നോവലുകൾ വായിക്കുക, ഇല്ലെങ്കിൽ ആ കാലത്ത് എഴുതപ്പെട്ട കൃതികൾ വായിച്ച് ആളുകൾ അതിനോട് അഫക്റ്റഡായി ഇന്നിപ്പോൾ വേടൻ്റെ പാട്ട് കേട്ടിട്ട് അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന കല ഷുഡ് ഇൻഫ്ലുവൻസ് ലൈഫ്. അപ്പോൾ പോലും ഞാൻ പറയാൻ തുടങ്ങിയ പോയിന്റ് ഇതാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയും ജോജു ജോർജും തമ്മിലുള്ള ഒരു ഇത്. ജോജുവിന്റെ മോള് പഠിച്ച സ്കൂളിലെ കുട്ടികള് മോളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തു, നിന്റെ അച്ഛൻ ഇങ്ങനെയാണോ സംസാരിക്കുക എന്നുള്ള രീതിയിൽ. അത് മോള് വന്ന് വീട്ടിൽ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് വിത്ത് ഓൾ ദ റെസ്പെക്ട്സ്, അത് ഇതൊരു സാന്ദർഭികമായി വന്നതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഇവിടെ ഒരു ചലച്ചിത്രകാരനാണ്, നടനാണ്, സംവിധായകനാണ്, പല ഭാഷകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പ്രശസ്തനായ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അവിടെ ഒരു വാക്ക് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ കൂടി ഞാൻ പറയുകയാണ്, അവിടെ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതിയാകുമായിരുന്നു ഒരു പക്ഷേ, മോളെ ഇതൊരു സിനിമയാണ്. അപ്പോൾ ഇതൊരു സിനിമയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളും ആ സിനിമയിൽ ഞാൻ ഇല്ല, ഞാൻ ചെയ്യുന്ന കഥാപാത്രമാണ്, ഞാൻ കടന്നുപോയ സന്ദർഭങ്ങളാണ് എന്ന് തിരിച്ചറിയാനും പറ്റുന്ന രീതിയിൽ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഹിസ്റ്റോറിക്കൽ ഫിലിംസ് എന്ന് പറയുന്ന ഒരു ജോണറിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഹിസ്റ്ററിയെ റീറീഡ് ചെയ്യാനും അതിന് മറ്റൊരു പെർസ്പെക്റ്റീവിലൂടെ കാണാനും പറ്റും എന്ന് തോന്നുന്നു. അപ്പോൾ കലയെ വായിക്കാനും സിനിമയെ അറിയാനും സിനിമ എന്ന് പറയുന്നത് മാധ്യമം എന്താണ് നമുക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ളൊരു സമൂഹം. ഹൗ ടു റീഡ് ആർട്ട്, അഗെയിൻ ഞാൻ പറയുന്നത് ഹൗ ടു റീഡ് ആർട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നാൽ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായ സംഭാഷണങ്ങളും ചർച്ചകളും ആവശ്യമില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രൊപ്പഗാൻഡയും നടക്കില്ല. ഇവിടെ നടക്കുന്ന കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായിട്ട്, ഐ തിങ്ക് ഫ്രം ദ എവല്യൂഷൻ ഓഫ് സിനിമ ഇറ്റ്സെൽഫ്, വാട്ട് ഹാപ്പൻസ് ഇസ് എവറിബഡി മേക്സ് മൂവീസ് ഫോർ എൻ അജണ്ട. അല്ലാതെ സിനിമയുടെ ആസ്പെക്ട്സിനെ എക്സ്പ്ലോർ ചെയ്തിട്ട് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കൃത്യമായി ഇലക്ഷൻ്റെ സമയത്ത് സിനിമകൾ ഇറക്കുന്നു, കൃത്യമായിട്ട് ഓരോ ഇപ്പോൾ പല പടങ്ങളും നമ്മളിവിടെ കണ്ടിട്ടുണ്ട്, ലാൽ സലാം, അതിലങ്ങോട്ട് ഒരുപാട് പടങ്ങൾ. ഇപ്പം ഇവിടെ മാത്രമല്ല, നമ്മൾ നമ്മുടെ ഹിന്ദി സിനിമകൾ നോക്കിയാലും എല്ലാ ലാംഗ്വേജിലെ സിനിമകളും, ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജിലെ സിനിമകളും ഇതുപോലെയുള്ള പടങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലഘട്ടമായിട്ട് ഉണ്ടാവുന്ന ആർമി ബേസ്ഡ് പടങ്ങൾ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസും എമർജൻസി, അങ്ങനെയൊക്കെ എങ്ങനെയാണ് ഈ നറേറ്റീവ്സ് മുഴുവൻ മാറുന്നത് എന്നുള്ളതിനപ്പം ശരിക്കും പറഞ്ഞാൽ സിനിമ ഒരു പ്രൊപ്പഗാൻഡ ടൂളായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളിടത്താണ് ഈ ഡിസ്കഷൻ വരുന്നത്. ഒരു പോസ്റ്റ് ട്രൂത്ത് എറയിൽ നമുക്ക് സിനിമയൊന്നും വേണ്ട, അല്ലാതെ തന്നെ പ്രൊപ്പഗൻഡ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അവിടെ കാലാകാലം നിലനിൽക്കാൻ സാധ്യതയുള്ളൊരു ആർട്ട് ഫോം എന്ന രീതിയിൽ സിനിമ വരുമ്പോൾ സിനിമ കൊണ്ടുവരുന്ന സബ്ജക്റ്റുകൾ ഈ പോസ്റ്റ് ട്രൂത്ത് ഇറക്കി അപ്പുറത്തേക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, പറഞ്ഞു തുടങ്ങിയതിൻ്റെ വേറൊരു സംഭവത്തിൽ, കല എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതോ ഒരു മൊമെൻറ്റിൽ നിന്ന് ഒരു എഴുത്തുകാരനോ സംവിധായകനോ ഉണ്ടാക്കുന്നതാണ് എങ്കിൽ അയാളുടെ പെർസ്പെക്റ്റീവ് എന്താണ് സമൂഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് എന്താണ് നാടിനെക്കുറിച്ച്, തൻ്റെ ചുറ്റുപാടിനെക്കുറിച്ച്, അത് വെറും കാഴ്ചപ്പാട് മാത്രമല്ല, രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടാണ്, സോഷ്യോളജിക്കലിയുള്ള കാഴ്ചപ്പാടാണ്. അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളോട് കൂടി ഞാൻ എൻ്റെ സമൂഹത്തെ നോക്കിക്കാണുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ചുറ്റുവട്ടം, അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന എൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്നുള്ള ആ കണ്ടൻറ്റ് പ്രസക്തമായിരിക്കും. അത് വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡായിരിക്കും, സോഷ്യോളജിക്കൽ സ്റ്റാൻഡായിരിക്കും, പെർസ്പെക്റ്റീവ് ആയിരിക്കും എന്ന്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ, ഓഡിയൻസ്, പ്രേക്ഷകർ, സാമാന്യ ജനം
രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും കൃത്യമായ അവബോധമുള്ളവരും ചരിത്രപരമായ ധാരണകൾ ഉള്ളവരും ആണെങ്കിൽ അതിന് വ്യത്യാസം ഉണ്ടാകുന്ന. ഞാൻ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഇപ്പോഴത്തെ സീരിയൽസിനെ കുറിച്ച് ഇങ്ങനെ പറയാം. ഈ 2000 കാലഘട്ടത്തിൽ നടക്കുന്ന മലയാളത്തിലെ ഇല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തം സീരിയൽസ് ഒരു 50 വർഷത്തിനപ്പുറത്തേക്ക്, ഒരു 75 വർഷത്തിനപ്പുറത്തേക്ക് ഏതോ ഒരു റിസർച്ചർ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഈ കാലഘട്ടത്തെ സാംസ്കാരിക സംഭവങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇവിടുത്തെ സീരിയലുകൾ എടുത്തു എന്നിരിക്കട്ടെ. നമ്മളിപ്പോൾ പ്രസൻറ്റിൽ ജീവിക്കുന്ന നമ്മുടെ പ്രസൻറ്റിനെ ഒന്ന് പാസ്റ്റാക്കി കാണുകയാണ്. അത് സീരിയലുകളാവട്ടെ എന്തോ ആവട്ടെ. ആ കാലത്ത് സീരിയലുകളാവാം, ഷോർട്ട് ഫിലിംസ് ആവാം, യൂട്യൂബ് കണ്ടന്റ് ആവാം, റീൽസ് ആവാം, എന്തുവാ ഈ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുന്ന അന്നത്തെ ഒരു കാലം ഒരാള് ആ ഘട്ടത്തിലെ ഒരുപാട് സീരീസിന്റെ സബ്ജക്ട്സ് അച്ഛനാരാണെന്നറിയാത്ത മകൻ, അച്ഛനാരാണെന്നറിയാത്ത മകൾ, അച്ഛനെയും അമ്മയും തേടി നടക്കുന്ന മക്കൾ, അമ്മ തേടി നടക്കുന്ന കുട്ടി, ഈ പറയുന്ന ശിഥിലമായ ബന്ധങ്ങളുടെയും അച്ഛനെയും അമ്മയും തമ്മിൽ തിരിച്ചറിയാത്ത എന്താ പറയുക, ഈ ഏതൊക്കെയോ സ്ഥലങ്ങളിലൂടെ ഞാൻ എൻ്റെ പൈതൃകത്തെയും മാതൃത്വത്തെയും തേടി നടക്കുന്ന വല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം പഠിക്കേണ്ടി വരികയാണെങ്കിൽ എൻ്റെ സബ്ജക്ട് ഇത്രയേ ഉള്ളൂ. കോംപ്ലിക്കേറ്റഡ്, ഇമോഷണലി വൾനറബിളും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി. അങ്ങനെ ഒരു സൊസൈറ്റി ആയിരുന്നു കേരളത്തിലും ഇന്ത്യയിലും ജീവിച്ചിരുന്നത് എന്ന് 75 വർഷങ്ങൾക്കപ്പുറം ആരെങ്കിലും കണ്ടുപിടിച്ചാൽ നമുക്കെതിരെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക? മറ്റൊന്ന്, സുഭാഷ് ചന്ദ്രൻ പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു സാഹചര്യം 75 വർഷമോ 100 വർഷങ്ങൾക്കോ അപ്പുറം കേരളമൊക്കെ തീർന്നു. ഇപ്പം നമുക്ക് കുറേ ഫ്ലെക്സുകളുണ്ട്, ജിമ്മുകളുണ്ട്, ഇഷ്ടം പോലെ ജിമ്മുകളിലെ കോർണേഴ്സിലുണ്ട്. അപ്പോൾ ഒരു 75 വർഷത്തിനപ്പുറത്തേക്ക് ആളുകൾ ഇതേപോലെ പഠിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ ജിമ്മിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ബാക്കിയെല്ലാം കിട്ടുന്നു. കേരളത്തിലെ 2000-ലെ സമൂഹം വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു. അവർക്ക് വലിയ മസിലുകൾ ഉണ്ടായിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളെല്ലാം 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ ദൂരത്ത് നിന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നു. അത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്ന ഒരു ജനസമൂഹമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്ന ചരിത്രം നമ്മൾ കാണേണ്ടി വരുന്ന ഒരു കാലഘട്ടം. മന്തിയുടെ ബോർഡും. അപ്പം ഞാൻ പറയുന്നത്, ഒരു കാലഘട്ടം എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് ആ കാലഘട്ടം അല്ല തീരുമാനിക്കുന്നത്. ഏതോ കാലഘട്ടത്തിൽ പോയി നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായൊരു ചരിത്രബോധമില്ലാത്ത പ്രക്രിയയാണ് നമ്മൾ ചരിത്ര വിശകലനത്തിന് ഉപയോഗിക്കുന്നത് എങ്കിൽ തീർച്ചയായും അത് തെറ്റിദ്ധാരണാജനകമായിരിക്കുമെന്ന് മാത്രമല്ല, അത് വരും തലമുറകളിലേക്ക് തികച്ചും വ്യത്യസ്തമായ ഇല്ലെങ്കിൽ ഇല്ലാത്ത പുതിയ കഥകളെ അവരുടെ തലയിലേക്ക് കൊടുക്കുന്ന ചരിത്ര വസ്തുതകളായി മാറും എന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ സിനിമ ആസ് എ ടൂൾ, ഇറ്റ് വിൽ കണക്ട് വിത്ത് പീപ്പിൾ ഇമോഷണലി. ഇമോഷണലി നിങ്ങൾ എന്ത് കൊടുത്താലും, സിനിമയിൽ കൊടുത്താലും അത് ജനങ്ങളിലേക്ക് എത്തും. അത് സിനിമയാണ് എന്ന് കണ്ടാൽ മാത്രം മതി എന്നാണ് എൻ്റെ പക്ഷം.